ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടാങ്കിൻ്റെ തന്നെ വാട്ടർ ടാങ്കിൻ്റെ കുറേ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ അകത്ത് പൂപ്പലും ചെളിയും കാര്യങ്ങളും വെള്ളത്തിൻ്റെ ഒരു കറയും കാര്യങ്ങളെല്ലാം പിടിച്ചിരിക്കുന്ന അതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുക, ഓൾറെഡി ശരിക്കും ഇത് ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണിച്ചു തരാൻ സാധിക്കും. ഓൾറെഡി നമ്മളതിൻ്റെ അകത്ത് നോക്കിയാൽ തന്നെ വളരെ ശരിക്കും കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ കറയും അതുപോലെ തന്നെ കിണറിൽ വരുന്ന ആ ചെറിയ അഴുക്കും കാര്യങ്ങളെല്ലാം വന്ന് അടിഞ്ഞ് ഓൾറെഡി സൈഡുകളിലെല്ലാം തന്നെ കറ പിടിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൻ്റെ കളർ തന്നെ ഏകദേശം ഒരു ബ്ലാക്ക് കളർ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഈ ടാങ്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, ഇടയ്ക്ക് നോക്കിയതിന് ശേഷം ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായി മാറ്റാൻ സാധിക്കും. ഇതൊരു യൂണിയനാണ്, യൂണിയൻ വിത്ത് ടാങ്ക് കണക്ടർ യൂണിയനാണ് വരുന്നത്. യൂണിയൻ ടൈപ്പാണ് നമ്മൾ എപ്പോഴും ടാങ്ക് കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ലളിതമാണ്, ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടാങ്ക് കണക്ടർ ഇത് യൂണിയൻ മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ യൂണിയൻ ഇതാവും. പിന്നെ അതിന് ശേഷം വരുന്ന രണ്ട് സെക്ഷനാണ്. ആ ബുഷ് വരുന്നുണ്ട്, അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വാഷ് വരുന്നുണ്ട്. ആ വാഷ് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ തന്നെ ടാങ്കിലെ വെള്ളം ഫുള്ള് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ടാങ്ക് അനക്കാൻ പാടുള്ളൂ. കാരണം അത്രയും വെള്ളം നിൽക്കുന്നതുകൊണ്ട് ടാങ്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ടാങ്കിലെ വെള്ളം മൊത്തം തുറന്ന് കളയുക. അതായത് വെള്ളം ഓൾറെഡി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ കലക്കി കളയാതെ ഓൾറെഡി ആ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ കളയുക. അതിനുശേഷം വെള്ളം ടാങ്ക് മൊത്തം കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ആ യൂണിയൻ മാറ്റിയതിന് ശേഷം ടാങ്കിൻ്റെ അകത്ത് തുണിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ യൂണിയൻ മാറ്റിയിരിക്കുന്ന അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള ടാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. അതിനുശേഷം മൊത്തം ഫുൾ കഴുകി ആ നെറ്റ് വരുന്നുണ്ട്, ആ നെറ്റും കൂടി കഴുകി നീറ്റാക്കിയിട്ട് വേണം അവിടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ടാങ്ക് കഴുകുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഇതുപോലെ തന്നെ ഒരു വാൽവ് സെപ്പറേറ്റ് വെച്ചിട്ട് ചെയ്താലും വലിയ ഫലമൊന്നും കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കലക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്ലെറ്റ് ഏതാണോ അതിലൂടെ തന്നെ ആ കരടുകളെല്ലാം ഇറങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു യൂണിയൻ വെള്ളം ഇറങ്ങി പോകുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു യൂണിയൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനേലും കറുത്ത രീതിയിൽ ഇത് അവസാനത്തെ സ്റ്റേജിലാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇതിൽ വളരെ കറുത്ത രീതിയിലാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. ഇതിപ്പോൾ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തം ക്ലീൻ ചെയ്തു. ഇത് ചെറുതായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ കറയാണ്, വെള്ളത്തിൻ്റെ കറ. അത് നമുക്ക് ഒരു പരിധി വരെ നമുക്കത് കളയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഓൾറെഡി നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നിങ്ങൾ വെള്ളം അടിച്ചൊന്ന് കാണിച്ചു തരാം. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ പ്യുവർ വെള്ളമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിയൻ ആണ് ഏറ്റവും ബെറ്റർ. ടാങ്ക് കണക്ടർ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറക്കരുത്, യൂണിയൻ വിത്ത് ടാങ്ക് കണക്ടർ തന്നെ കൊടുക്കണം. കാരണം സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, നേരത്തെയുള്ള അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. കാരണം ഓൾറെഡി കറുത്ത് കിടന്ന ടാങ്കാണ്. ഓൾറെഡി നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ നല്ല നല്ല വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. മറക്കണ്ട, ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ടാങ്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.